ഈ രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് ഞങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. രണ്ടും കൂട്ടിയിടിച്ച് നോക്കി. രണ്ടും കൂട്ടിയിടിച്ച് നോക്കിയപ്പോൾ ഇതിൽ വരുന്ന ഇമ്പാക്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇത് വേറെ ഒരു WPC തന്നെ വേറൊരു കമ്പനിയുടെ ഐറ്റം വരുന്നതാണത്. പുറത്ത് വെച്ച് നിലത്ത് വെച്ച് ഒന്ന് ഇടിക്കാം. ഇപ്പോൾ ഒക്കെ വീട് പണിയുമ്പോൾ ധാരാളം മെറ്റീരിയൽ അവൈലബിൾ ആണ്. മരത്തിന് പകരം എന്തെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. UPVC ഉണ്ട്, അലുമിനിയം ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, മറ്റു പല പ്രോഡക്റ്റുകളും ഉണ്ട്. WPC ഉണ്ട്. ഞാൻ WPC ഡീൽ ചെയ്യുന്ന ഒരാളാണ്. WPC ഡീൽ ചെയ്യുമ്പോൾ തന്നെ WPCയിൽ മറ്റ് പല ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ പഴയ പോലെയല്ല, ഒരുപാട് ബ്രാൻഡുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് നമുക്ക് കൺഫ്യൂഷനാവും. കസ്റ്റമറിന് അറിയാൻ പാടില്ല എന്താണ് WPC, ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യണം, അതിന് എന്തൊക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം, എന്തൊക്കെ നോക്കിയിട്ട് വേണം മേടിക്കാൻ എന്നുള്ളത്. അതിനൊക്കെ ഒരു വ്യക്തത വരുത്തുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്. ഒരുപാട് ക്വാളിറ്റി WPCകൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ARS അസോസിയേറ്റ്സ് മെയിനായിട്ട് ചെയ്യുന്ന ക്വാളിറ്റി ഫോക്കസ് ചെയ്ത് 2 ടൈപ്പ് പ്രൊഡക്റ്റുകളാണ് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ 2 ടൈപ്പ്, ഒരു പ്രീമിയം ക്വാളിറ്റിയും ഒരു മീഡിയം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിലും പിന്നെ ഞങ്ങൾ യൂസ് ചെയ്യാത്ത മറ്റൊരു ബ്രാൻഡിന്റെ ഡീറ്റെയിലും വെച്ച് നമുക്ക് ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം ഈ വീഡിയോയിൽ. ഓക്കെ, ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് 4-2 സെക്ഷൻ. ആ സെക്ഷൻ വെച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. മെയിനായിട്ട് ഈസി ആയിട്ട് ഒരു വ്യക്തിക്ക് ഒരു WPC വേറൊരു WPC ആയിട്ട് കമ്പയർ ആണെങ്കിൽ ആദ്യം തന്നെ സാമ്പിൾസ് നമുക്ക് കളക്ട് ചെയ്യാം. സാമ്പിൾസ് കളക്ട് ചെയ്ത് അതിന്റെ വെയിറ്റ് ആദ്യം തന്നെ ഒന്ന് എടുത്തു നോക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ 2 WPC ഉണ്ട്. അതിലൊരു WPC ഇതാണ് ഞങ്ങൾ ചെയ്യുന്നതിൽ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി വരുന്ന WPC. 4-2 സെക്ഷനാണ്. സെയിം ഇതിന്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 1 അടിയോളം വരുന്ന ഒരു പീസ്. ആ പീസ് നമുക്ക് ജസ്റ്റ് ഒരു വെയിങ് ബാലൻസിൽ വെച്ച് നമുക്ക് വെയിറ്റ് നോക്കാം. ഇതിന്റെ വെയിറ്റ് വരുന്നത് 1.620 ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. അതേസമയം നമ്മൾ ചെയ്യുന്ന ഒരു മീഡിയം ക്വാളിറ്റി, ഇതിന്റെ തൊട്ട് താഴെയുള്ള ക്വാളിറ്റി, തീരെ മോശം ക്വാളിറ്റി അല്ല, നല്ല ക്വാളിറ്റി തന്നെയാണ്. ആ ഒരു പ്രൊഡക്റ്റിന്റെ വെയിറ്റ് നോക്കുമ്പോൾ 1.684. മറ്റേതിന്റെ അപേക്ഷിച്ച് ഇതിന്റെ വെയിറ്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിന് ഡെൻസിറ്റി കൂടുതലാണ്. എല്ലാവരും ചിന്തിക്കും ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഇതിനാണെന്ന് ചിന്തിക്കും. അത് തെറ്റായ ഒരു ധാരണയാണ്. ശരിക്കും ഇതിന്റെ വെയിറ്റ് കൂടിയത് കൊണ്ട് ഇതിന്റെ ക്വാളിറ്റി കൂടണമെന്നില്ല. ഡെൻസിറ്റി കൂടുതലായിരിക്കും. നമുക്കിത് സെക്കൻഡായിട്ട് നമുക്ക് വേറൊരു രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ്, ഷോർഡി അപ്പാരറ്റസ്. എല്ലാവർക്കും അറിയാം. ഈ അപ്പാരറ്റസ് വെച്ച് നമുക്ക് ഇതിന്റെ പുറത്തെ സ്ട്രെങ്ത് കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ 2 ക്വാളിറ്റിയിലുള്ള സാമ്പിൾസ് ആണ്. പ്രീമിയം ക്വാളിറ്റി ആയിട്ട് ഇത് നമ്മുടെ മീഡിയം റേഞ്ചിലുള്ള. നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ നമുക്ക് മീഡിയം റേഞ്ചുള്ള ഐറ്റത്തിനാണ് വെയിറ്റ് കൂടുതൽ കിട്ടിയത്. ഇതിന് വെയിറ്റ് കുറവായിരുന്നു. നമുക്ക് ഇതിന്റെ സർഫസ് കോട്ടിംഗ് സ്ട്രെങ്ത് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഷോർഡി അപ്പാരറ്റസ് വെച്ച്. ഞാൻ ആദ്യം പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെക്ക് ചെയ്യുന്നത്. പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് ഇതിന്റെ പിന്നെ താഴെ സർഫസിൽ കറക്റ്റായിട്ട് വരത്തക്ക വിധം ഇതിനകത്തൊരു സൂചിയുണ്ട്. ഇതിനകത്ത് കാണിക്കും. നമുക്കിത് കറക്റ്റായിട്ട് വരത്തക്ക വിധം വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടിയത് 80 ആണ്. 80. നമുക്കിനി അടുത്തതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് വരുന്നത് മീഡിയം ക്വാളിറ്റിയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടിയത് 75 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെ ഷോർഡി വെച്ച് നമ്മൾ ചെക്ക് ചെയ്തു ഇതിൻ്റെ പുറത്തെ സ്ട്രെങ്ത്. അപ്പോൾ വെയിറ്റ് കൂടുതൽ നമുക്ക് നമ്മൾ മീഡിയം റേഞ്ചിലാണ് കിട്ടിയെങ്കിലും നമ്മൾ ഷോർഡി വെച്ച് ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ പുറത്തെ സ്ട്രെങ്ത് കൂടുതൽ കിട്ടിയേക്കുന്നത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിക്ക് തന്നെയാണ്. അത് കൂടുമ്പോൾ നമ്മുടെ സ്ക്രൂ ഹോൾഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഇതിന്. ഇനി ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ 2 പ്രൊഡക്റ്റ് ഞങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. രണ്ടും കൂട്ടിയിടിച്ച് നോക്കി. രണ്ടും കൂട്ടിയിടിച്ച് നോക്കിയപ്പോൾ ഇതിൽ വരുന്ന ഇമ്പാക്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതിന് അത് യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. അതേസമയം നമ്മുടെ മീഡിയം റേഞ്ചിൽ വരുന്ന ഐറ്റത്തിന് നോക്കിയപ്പോൾ ഇതിൽ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലാണ്. നമ്മൾ ഒരു സാമ്പിളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ സാമ്പിളിൽ വരുന്ന ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇത് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ. ഇത് വേറെ ഒരു WPC തന്നെ വേറൊരു കമ്പനിയുടെ ഐറ്റം വരുന്നതാണത്. ഇതിൻ്റെ പുറത്ത് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പുറത്ത് വെച്ച് നിലത്ത് വെച്ചൊന്ന് ഇടിക്കാം. ഇപ്പോൾ ഈ പ്രൊഡക്റ്റിൽ വരുന്ന ഒരു ഡാമേജ് കണ്ടോ? പക്ഷെ നമ്മുടെ ARSന്റെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ മീഡിയം റേഞ്ചിൽ ഇഷ്യൂ വരും. അതേപോലെ നമുക്ക് തിരിച്ചു വന്ന് അടിച്ചു നോക്കാം. ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ ARSന്റെ ഉപയോഗിക്കുന്ന WPC പ്രീമിയം ക്വാളിറ്റി WPC വെച്ച് ഒന്ന് ഇടിച്ചു നോക്കാം. വരുന്ന ഇമ്പാക്റ്റ് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിലുണ്ടാവുന്നത്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ARSന്റെ പ്രീമിയം ക്വാളിറ്റി. ഇത് നമ്മുടെ നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മീഡിയം റേഞ്ച് വരുന്ന പ്രൊഡക്റ്റുകൾ.
നമുക്ക് WPCയിൽ എല്ലാവരും സ്ക്രൂ ഹോൾഡിങ്ങും മറ്റ് ഇഷ്യൂസും എല്ലാം പറയും. അത് നമ്മൾ ഇതുപോലുള്ള ചീപ്പ് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇഷ്യൂസ് വരും. നമുക്ക് ഇതുപോലെ ഇത്രയും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ നമ്മൾ യൂസ് ചെയ്യുന്ന WPC പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല പ്രൊഡക്റ്റ് നോക്കി നല്ല ക്വാളിറ്റിയിൽ മേടിക്കുക. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ ഞങ്ങൾ ഏത് സമയം ബന്ധപ്പെടാം. ARS അസോസിയേറ്റ്സ് കളമശ്ശേരി. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെയുണ്ട്, കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.